ഗൈസ് അങ്ങനെ ദേവു ഫസ്റ്റ് ക്ലാസ് എന്നിടാ പറയാൻ പറഞ്ഞു. ഗൈസ് ഇതൊക്കെ കണ്ടോ, ദേവുവിന് ഫസ്റ്റ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ ഒരു 5:30 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം കേട്ടോ. ഇപ്പോഴും മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്നു നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ മഴയുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നേ. വെളുപ്പിന് 5:30 മണി സമയം. ആ ഒരു സമയത്തെ തണുപ്പിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പിന്നെ എങ്ങനെയോ ഒന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ പോയി റെഡി ആവുന്നേരം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വേഗം തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഞങ്ങൾ ആദ്യം തന്നെ പോയത് കാര്യവട്ടം ക്യാമ്പസിലേക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാര്യവട്ടം എന്നാണ് കേട്ടോ പറഞ്ഞത്, തെറ്റിപ്പോയതാണ്. കാര്യവട്ടം ക്യാമ്പസിലേക്കാണ് വന്നത്. ഈ സ്പീഡിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറ്റാറുള്ളത്. അങ്ങോട്ടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകുട്ടിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നേ. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അവളെയാണ് കാണുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ടേ മഴയാണ്. നിങ്ങൾക്ക് ആ റോഡൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, അമ്മാതിരി മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അങ്ങനെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. അവൾ എക്സാം എഴുതുന്ന നേരം കൊണ്ട് ഞാനും അമ്മയും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമുക്ക് അവിടെ ഹോളിൽ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളിനി നേരെ പോവുകയാണ്, വാഷ്റൂം തപ്പി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നമുക്കങ്ങനെ വന്ന് ഒരുപാട് പരിചയം ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ വാഷ്റൂം ഒക്കെ കണ്ടുപിടിച്ചു. ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്ലാൻ ഇട്ട് വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം കാര്യവട്ടത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കേക്ക് ഇഷ്ടമായിട്ടോ. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചതാണ്. റെഡ് വെൽവെറ്റിന്റെ ഒരു കേക്കാണ് കേട്ടോ. അങ്ങനെ അതൊരു പാക്കറ്റ് മേടിച്ച് ഞങ്ങൾ വീണ്ടും നടക്കുവാണ്. ഞങ്ങൾക്കിനി നേരെ ഞാൻ പറഞ്ഞിരുന്നല്ലോ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. അതിന് മുന്നേ ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് പാളയത്താണ്. അപ്പോൾ അടുത്ത് തന്നെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, പിന്നെ അതുപോലെ എന്താണ് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു വൈബാട്ടോ. മഴയൊക്കെ ഇപ്പൊ ഒന്ന് താന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ സമാധാനത്തിൽ നമുക്ക് നടന്നു പോവാം. അയ്യോ എൻ്റെ പൊന്നെ, രാവിലെയൊക്കെ പെട്ടുപോയെന്ന് തന്നെ പറയാം. വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങളെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അന്നേരം വണ്ടിയിൽ വന്നുകൊണ്ട് തന്നെ മഴ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനല്ല, രാവിലെ എണീറ്റ് മൊത്തത്തിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അയ്യോ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ മൊത്തത്തിലൊരു ബഹളമായിരുന്നു. എല്ലാവരും എക്സാമിന് കയറുന്ന ബഹളം കാര്യങ്ങളും ഒക്കെ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും മഴ ഒന്ന് താന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നേരം മാത്രമേ, അതായത് ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ മാത്രമേ വീട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാൻ വരത്തുള്ളൂ. അങ്ങനെ ഇപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഒന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഒരു ഷോപ്പിലെത്തി. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേ എപ്പോഴത്തെയും പോലെ തന്നെ ഞാനിന്ന് വേറെ ഒന്നിലോട്ട് മാറ്റി പിടിച്ചില്ല. ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പപ്പടവും അച്ചാറും സാലഡൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ട് ഇവിടെ ഒരു ഊണ് വരുത്തിയിട്ടുണ്ട്. ഇത് ആർക്കാന്ന് വെച്ചാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അമ്മ അങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല, ആള് ഫുള്ളി വെജാണ്. പിന്നെ മീൻ കുറച്ചൊക്കെ, അതായത് ചില മീനൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ വലിയ മീനൊന്നും അങ്ങനെ കഴിക്കാറില്ല. ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആള് കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ശ്രീകുട്ടിയും ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇനി അടുത്ത സവാരിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. അപ്പോൾ ഇപ്പം എന്തിനെ കൊണ്ട് വന്നതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി പോകണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഉണ്ണിക്കുട്ടിയും ശ്രീകുട്ടിയും കൂടി വന്നപ്പോഴത്തേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പോയി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അവിടെ ചെല്ലണമായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റിന് നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ അതെല്ലാം വന്ന് ഞങ്ങൾ ഇന്ന് വന്ന് ചെയ്തു. അപ്പോൾ ഇന്നത്തേക്കും കൂടി ആകുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ എല്ലാം സെറ്റാവും. അങ്ങനെ ഞങ്ങൾ നേരെ യൂണിവേഴ്സിറ്റി എത്തി. അമ്മ താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാം സെറ്റാക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ നേരെ കയറി വന്നു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്ക് ഞാനൊരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടിയാൽ മാത്രമേ എനിക്കിന്ന് മെയിൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് റെഡി ആയെന്ന് പറഞ്ഞു. അങ്ങനെ അതും മേടിച്ചിട്ട് നേരെ ഒറിജിനലിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴാട്ടോ എന്റെ മാർക്ക് എന്താന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നത് തന്നെ. ഫസ്റ്റ് ക്ലാസ് എന്നിടാ പറയാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ലെന്ന് വീഡിയോ കണ്ടപ്പോഴത്തേക്കേ മനസ്സിലായല്ലേ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ സർട്ടിഫിക്കറ്റിനെല്ലാം അപ്ലൈ ചെയ്തു. എല്ലാം സെറ്റായിട്ട് നടന്നു കേട്ടോ. ടെൻഷൻ ഉണ്ടായിരുന്നു, ഇന്ന് പോകുമ്പോഴത്തേക്ക് ഇനി റെഡി ആവത്തില്ല, യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോഴുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കഴിക്കാനായിട്ട് കയറി. ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല, കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് എടുത്ത് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അതിന് പകരമായിട്ട് ഒരു ഫ്രഷ് ജ്യൂസും കട്ട്ലറ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ വരും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ, ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇനിയും നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.